ഹായ് ഫ്രണ്ട്സ്, കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗോണിയയുടെ കുറച്ച് സെയിലാണ്. കുറച്ച് ചെടികൾ മാത്രം സെയിലിനായിട്ടുള്ളൂ, ബാക്കിയൊന്നും തൈകളായിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബിഗോണിയ ചെടികൾ ഇഷ്ടമില്ലാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് ബിഗോണിയ. ഇലകളിൽ വർണ്ണവിസ്മയം തീർക്കുന്നൊരു ചെടിയാണ് ബിഗോണിയ. എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ. ബിഗോണിയ ചെടികൾ കുറേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കുറച്ച് മാത്രമേ സെയിലിനായിട്ടുള്ളൂ. സെയിലിനുള്ള ചെടികളിൽ ഞാൻ വില എഴുതിയിട്ടുണ്ട്. കൂടുതൽ ചെടികൾ വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. വേണ്ടവർ ഇതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഉടൻ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വേണ്ടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടുക. ഇതൊക്കെ വേര് പിടിപ്പിച്ച തൈകളാണ്, നന്നായി വേര് പിടിച്ച തൈകളാണ് ഇതൊക്കെ. ബിഗോണിയ ചെടികൾ മണലിലാണ് നടുന്നത് കൂടുതൽ നല്ലത്. മണ്ണും മണലും മാത്രമുള്ള മിശ്രിതത്തിൽ നടുന്നതാണ് നല്ലത്. ചാണകപ്പൊടിയൊക്കെ മഴ സമയം യൂസ് ചെയ്യുമ്പോൾ ഫംഗസിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ട് മണ്ണും മണലും ചേർന്ന പോട്ടിംഗ് മിക്സാണ് ബിഗോണിയ ചെടികൾക്ക് ഉത്തമം. ഇതൊക്കെ കട്ടിങ്സാണ്. കട്ടിങ്സ് 10 രൂപയാണ്. നല്ല പ്ലാന്റാണ് ഇതൊക്കെ, വേഗം പിടിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സൊക്കെ. ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സ്. ഇതെൻ്റെ കലയുടെയും കുഞ്ഞുങ്ങളാണ്. വളരെയധികം ഇഷ്ടമുള്ളതാണ് എനിക്കിത്. ഇതിനൊന്നും തൈകളൊന്നും ആയിട്ടില്ല. എല്ലാവർക്കും താങ്ക് യു.